വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഈ ആഴ്ചയിലും നമുക്ക് ദൈവവചനത്തിൽ നിന്നും അല്പമായിട്ട് പറയുവാനും കേൾക്കുവാനും നമുക്ക് ദൈവം അവസരം ഒരുക്കി തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിരാജിതമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് നമുക്ക് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും കേട്ടനുസരിക്കുന്നതും എത്ര ഭാഗ്യമാണെന്ന വെളിപ്പാട് 1:3 നാം വായിക്കുന്നത്. അപ്പോൾ ഇന്നും നമുക്ക് തിരുവചനത്തിലെ സത്യങ്ങളെ പരസ്പരം പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, അതിനെ അടിസ്ഥാനമാക്കിയ ചെറിയ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ വായിക്കാം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അതിൽ പൗലോസ്ലീഹ പറഞ്ഞ ഒരു ശബ്ദത്തിന് മാത്രമാണ് ഇന്ന് ഊന്നൽ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലുള്ളൊരു കാര്യമാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും ഗഹനമായ ഒരു കാര്യമാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുക. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എത്രമാത്രമുണ്ട്? ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത് അവരാരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവിനെ നമുക്കറിയാമോ? നമുക്കറിയാം. ഏകസത്യദൈവമായ ആ പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 17:3 പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ ലഭിക്കുവാനിടയായി. നമ്മൾ ആ നിത്യജീവനാകുന്ന ആ യേശുക്രിസ്തുവിനെ നമുക്ക് എത്രമാത്രം അറിയാം? ഈ അറിവാണ് നമ്മളെ വാസ്തവത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മളിൽ വർദ്ധിപ്പിക്കുന്നത്. ആ കർത്താവിനെ അറിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലെ ജനത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദോഷം. നമ്മൾ ആ കർത്താവിനെ അറിയണം. നമ്മൾ 34-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വായിക്കുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുമെന്നാണ്. നമ്മൾ രുചിച്ചറിഞ്ഞാൽ അതിനേക്കാളും ആഗ്രഹിക്കത്തക്ക മറ്റൊന്നില്ല. അതുകൊണ്ടാണ് രുചിച്ചറിയാൻ പറഞ്ഞത്. നമ്മൾ ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മറ്റൊന്നും ആഗ്രഹിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇന്ന് ശരിയായിരിക്കുന്ന ഒരു രുചിച്ചറിയുന്ന അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് ആശ്രയബോധം നഷ്ടപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കുക. ഇന്ന് ഞാൻ പൗലോസ്ലീഹ പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ പറയാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ്. ഈ കർത്താവിനെ അറിയുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരറിവും പ്രാപിക്കുവാൻ ആഗ്രഹം ഉണ്ടായില്ല. ഇത് ഒരു വലിയ വിലപ്പെട്ട കാര്യമാണ്. ഈ ഏറ്റവും വലിയ അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ആ അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരറിവിനും പിന്നാലെ നമുക്ക് പോകാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായില്ല. ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. ഭക്ത് സിംഗ് എന്ന് പറയുന്ന ആ ദേവദാസൻ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് വലിയ ഡിഗ്രികളൊക്കെ എടുത്ത് മടങ്ങി വന്നപ്പോൾ അതിനു മുൻപായിട്ട് തനിക്ക് കർത്താവിനെ അറിയാനിടയായി. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ കപ്പൽ യാത്രയിൽ തന്നെ തനിക്ക് കിട്ടിയ ഡിഗ്രികളെല്ലാം വലിച്ചു കയറി താൻ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. താൻ പറയുന്നത്, ഇനി എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഏറ്റവും വലിയൊരു അറിവ് കിട്ടി, അതിനപ്പുറമായിട്ട് ഇനിയൊരു വേറൊരു അറിവില്ല. എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ കൊരിന്ത്യരുടെ മധ്യത്തിലിരിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യമാണ്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കുവാൻ നിർണയിച്ചു. തൻ്റെ ഒരു നിർണയമാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അറിയുക.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആ മർമ്മം അറിയുവാനായിട്ട്, അതിൻ്റെ രഹസ്യങ്ങളെ അറിയുവാനായിട്ട് താൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ആരാണ് ഈ നിലയിൽ ഇത്രമാത്രം ശാപഗ്രസ്തമായിരിക്കുന്ന ഒരു ക്രൂശ് മരണം വരിച്ചത്? എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇതറിയുക എന്നുള്ളത് യഥാർത്ഥത്തിലൊരു ഭക്തൻ്റെ കർത്തവ്യമല്ലേ? ആ ക്രൂശിലെ മരണമല്ലേ നമ്മളെ രക്ഷിച്ചത്? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. നോക്കുക, അപ്പോൾ അതിൻ്റെ പിന്നിൽ എത്രമാത്രം ആത്മീയമായ അല്ലെങ്കിൽ ദൈവികമായ ആഴങ്ങളുണ്ട്. അത് നമ്മൾക്കൊന്ന് അറിയുന്നത് എത്ര നല്ലതാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതറിയുന്നതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവിടെ പൗലോസ്ലിഹായുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം, ഞാൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എനിക്കറിയണം. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ താൻ പോകുമ്പോൾ ഫിലിപ്പി ലേഖനത്തിൽ താൻ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ 3-ാം അധ്യായം 9-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം, എനിക്ക് ക്രിസ്തുവിനെ നേടണം. അല്ലേ? ഇന്ന് അനേകരും ഡിഗ്രികൾ നേടുവാനായിട്ട് എന്തൊരു ബന്ധപ്പാടില്ല, രാവും പകലും വിശ്രമം കൂടാതെ പഠിക്കുക. അത് മോശമൊന്നുമല്ല കേട്ടോ, ഞാൻ മോശമാണെന്നല്ല പറഞ്ഞേ. എന്നാൽ കർത്താവിനെ നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഈ ലോകത്തിൽ നേടുന്നതെല്ലാം പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകം കൊണ്ട് അത് അവസാനിച്ച് പോകും. എന്നാൽ ക്രിസ്തുവിനെ നേടുന്നത് നിത്യതയിലേക്കുള്ള നേട്ടമാണ്. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ നേട്ടം ക്രിസ്തുവിനെ നമ്മൾ എത്രമാത്രം നേടി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ എത്രമാത്രം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നേടിയോ? അത് നമ്മൾ അറിയണം. കർത്താവിനെ നമ്മൾ രക്ഷകനായി കണ്ടുമുട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല പ്രിയമുള്ളവരെ. നമുക്ക് ഓരോ ദിവസവും നമുക്ക് ക്രിസ്തുവിനെ നേടിക്കൊണ്ടിരിക്കുവാനായിട്ട് കഴിയണം. ഈ ക്രിസ്തീയ ഓട്ടം എന്നുള്ളത് ക്രിസ്തുവിനെ നേടുന്ന ഒരു ഓട്ടമായിരിക്കണം. അതായിരിക്കണം നമ്മുടെ നിത്യത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നാം എത്രമാത്രം ക്രിസ്തുവിനെ നേടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. നോക്കുക, ആ വാക്യം വളരെ വിലപ്പെട്ടൊരു വാക്യമാണ്. എന്നിട്ട് പറയുകയാണ്, അവനിൽ ഇരിക്കേണ്ടതിനും. അതിൻ്റെ 10-ാം വാക്യം 3:10 ആരംഭത്തിൽ പറയുകയാണ്, അവനിൽ ഇരിക്കേണ്ടതിനും. ഞാൻ എപ്പോഴും ക്രിസ്തുവിൽ എനിക്ക് കാണപ്പെടണം. എനിക്ക് ക്രിസ്തുവിന് വെളിയിലേക്ക് പോകണ്ട, ഞാൻ അവനിൽ മാത്രം ഇരിക്കണം. നമുക്ക് എപ്പോഴും ക്രിസ്തുവിൽ ആയിരിക്കാനുള്ള ആഗ്രഹമുണ്ടോ? അതോ നമുക്ക് വല്ലോ ഗാർഡനിലും ആയിരിക്കാനുള്ള ആഗ്രഹം? ചിലർക്ക് ഗാർഡൻ്റെ ആ പുഷ്പങ്ങളെയും അതിൻ്റെ മനോഹാരിതയെ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ. അങ്ങനെ നിങ്ങൾ ഗാർഡനിൽ പോകുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് വേണ്ടതെന്നോ അല്ല. നിങ്ങൾക്ക് അതുപോലെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആസ്വദിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിലായിരിക്കുന്നതിലാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതായത് യാഥാർത്ഥ്യം. നമ്മളെ പിതാവ് 1 കൊരിന്ത്യർ 1:30 വായിക്കുന്നുണ്ട്, പിതാവ് നമ്മളെ പുത്രനിൽ ആക്കി വെച്ചിരിക്കുന്നു, അവനാൽ നാം ക്രിസ്തുവേശുവിലാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും സ്വയം ക്രിസ്തുവിലായിത്തീരാനായിട്ട് കഴിയില്ല. അപ്പോൾ പിതാവ് നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ക്രിസ്തുവിൽ തന്നെ കാണപ്പെടണം. കാരണം ക്രിസ്തുവിനെ കൂടാതിരിക്കുവാനായിട്ട് ഒരു ഭക്തന് കഴിയില്ല. അതുകൊണ്ടല്ലേ കർത്താവ് യോഹന്നാൻ 15:4-5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എത്ര, ആ 15-ാം അധ്യായം തന്നെ എത്ര ഗഹനമായൊരു അധ്യായമാണ്. നിങ്ങൾ എന്നിൽ വസിപ്പിൻ. കർത്താവിൽ വസിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതും നിത്യതയോടുള്ള ബന്ധത്തിലാവട്ടെ.
നിത്യത്തിലേക്ക് നേട്ടമുള്ള ഏത് കാര്യവും കർത്താവിൽ വസിച്ചുകൊണ്ടും കർത്താവിനാലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മളതിൻ്റെ ആ യാഥാർത്ഥ്യം നമ്മളൊന്ന് കാണണം. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുക അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഒരു രീതിയിലും ക്രിസ്തുവിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. ഞാൻ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ഓരോ ദിവസവും ഞാൻ ക്രിസ്തുവിലാകുന്നു എന്ന് ഉറപ്പുവരുത്തുക. അവിടെയാണ് നമ്മുടെ ഭദ്രത. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയൂ. ക്രിസ്തുവിന് വെളിയിൽ നമുക്ക് യാതൊന്നുമില്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ് ഞാൻ അവനിൽ ഇരിക്കേണ്ടതിനും. എന്നിട്ട് പറയുകയാണ് അതിൽ തന്നെ ഒരു ആഗ്രഹം. അതേ 10-ാം അധ്യായത്തിൻ്റെ ആ ആരംഭത്തിൽ തന്നെയുണ്ട്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. എനിക്ക് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. ഓ, അതെങ്ങനെയാ നമ്മൾ ചിന്തിക്കുക? കർത്താവിൻ്റെ മരണം ഒരു സാധാരണ മരണമാണോ? അല്ല പ്രിയമുള്ളവരെ, അത് വളരെ വില കൊടുത്ത ഒരു മരണമാണ്. നമ്മൾ ചിന്തിക്കണം, ക്രൂശിലെ മരണം അത് ശപിക്കപ്പെട്ട മരണമാണ്. എന്നാൽ ആ മരണത്തോട് തനിക്ക് അനുരൂപപ്പെടുവാനായിട്ട് ആഗ്രഹം. നോക്കുക, ഇത് സാമാന്യക്കാർക്കൊന്നും ഉണ്ടാകുന്നൊരു ആഗ്രഹമല്ല. ഇത് അതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു യഥാർത്ഥ ഭക്തന് മാത്രം ഉണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഇപ്പം നമ്മളെല്ലാവരും സ്നാനപ്പെട്ടപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മൾ അനുരൂപപ്പെട്ടെന്ന് നമ്മൾ പറയുമെങ്കിലും നമുക്ക് ആ മരണത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ആഴമായ അനുഭവമില്ല. ചിന്തിക്കുക. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? കർത്താവിൻ്റെ മരണത്തോട് നമ്മൾ അനുരൂപപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ആ ഭാഗം ഞാനൊന്ന് പെട്ടെന്നെടുത്ത് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അല്ല, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനമേറ്റിരിക്കുന്നു. അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്നു. എന്നാൽ ഇത് അങ്ങനെയൊരു ചെറിയ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി വലിച്ച ആ വേദനകൾ, ആ യാതനകൾ, അതിൻ്റെ ആ വലിയ ആ ബുദ്ധിമുട്ടുകളിലൂടെ അതിനെ ഒന്ന് ആസ്വദിക്കുവാനായിട്ട് അതിൻ്റെ ആഗ്രഹം. അതിൻ്റെ മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ അതൊന്നുകൂടെ താൻ ആഴമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് താൻ പറയുന്നതിനെ അറിയോ? അവിടെ വായിക്കുന്നത് പിന്നെ അവനെ എനിക്ക് അറിയണം. അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ 3-10 മധ്യഭാഗത്ത് എനിക്ക് അവനെ അറിയണം, കർത്താവിനെ എനിക്കറിയണം. എത്രയൊരു ആഴമായ ആഗ്രഹമാണ് പ്രിയമുള്ളവരെ, എനിക്ക് കർത്താവിനെ അറിയണം. നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു വ്യക്തിയെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് കൂടെ കൂടുതലായിട്ട് നമ്മൾ സമയം ചെലവിടണം. നമ്മൾ എത്ര കാലം കൂടുതൽ അവരോട് കൂടെ വസിക്കുന്നോ അത്ര നമുക്ക് കൂടുതലായിട്ട് ആ കർത്താവിനെ അറിയാൻ കഴിയും. അപ്പോൾ ഒരു ആഗ്രഹം, ഇനി എനിക്ക് കർത്താവിനെ വിട്ടിട്ട് ഒരു ജീവിതമില്ല. കർത്താവിൻ്റെ കൂട്ടായ്മയിൽ എപ്പോഴും ആയിരിക്കണം, കർത്താവിൽ എപ്പോഴും ആയിരിക്കണം. കാരണം എനിക്ക് അവനെ അറിയണം. അവിടുന്ന് ആയിരിക്കുന്ന പോലെ എനിക്കൊന്ന് അറിയണം. എത്ര നല്ല ആഗ്രഹമാണ്. നമുക്ക് ദൈവത്തെ അറിയാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ? സാക്ഷാൽ ദൈവം മനുഷ്യനായി ഇവിടെ നമ്മുടെ മധ്യത്തിൽ പാർക്കുന്ന ആ പാർത്ത് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ കർത്താവിനെ നമ്മൾക്ക് അറിയുവാനുള്ള വലിയ വാഞ്ച അത് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? എന്നിട്ട് പിന്നെയും പറയുന്നത് എന്താണെന്നറിയോ? അതിൻ്റെ അതേ വാക്യത്തിൻ്റെ അവസാനം ഒന്ന് ഫിലിപ്പിയർ 3:10 അവസാനം പറയാണ്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവാണ് മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി ഉയർത്തത്. മരിച്ചവരിൽ നിന്നും ഉയർക്കുക എന്നുള്ളത് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ 3 പേരെ ഉയർപ്പിച്ചത് നമുക്കറിയാം. ഒന്ന് നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു, മറ്റൊന്ന് യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു, അവർ ഒന്ന് ലാസറിനെ ഉയർപ്പിച്ചു, ഒന്ന് വീട്ടിൽ വെച്ച് ഉയർപ്പിച്ചു യായിറോസിൻ്റെ മകളെ,
ഒന്ന് ശവക്കൂട്ടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. പിന്നെ കല്ലറയിലായിരുന്ന ലാസറിനെ 4-ാം നാൾ ഉയർപ്പിച്ചു. നോക്കുക, വളരെ ഒരു വലിയ ഒരു കാര്യമായി. എന്നാൽ അവരെല്ലാം വീണ്ടും ഉയർപ്പിച്ച ശേഷം വീണ്ടും മരിച്ചു. എന്നാൽ ഒരിക്കലും മരണമില്ലാത്ത അവസ്ഥയിൽ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ഉയർപ്പിനെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. ഇത് വളരെ വിലപ്പെട്ട കാര്യമല്ലേ? അതെന്തൊരു ശക്തിയാണ്! ഈ ലോകത്തിൽ അനേക ശക്തിയുണ്ട്. എന്നാൽ ആ എല്ലാ ശക്തിയോടെ കൂടിയാലും ഒരു മരിച്ച വ്യക്തിയോ പുനരുത്ഥാനത്തിലേക്ക് നയിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ അതിൻ്റെ ശക്തി നമ്മളെല്ലാവരും ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും. നമുക്കറിയാം, റോമാലേഖനത്തിൽ തന്നെ അതിൻ്റെ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പം നാം എല്ലാവരും ഒരിക്കൽ ഉയർപ്പിക്കപ്പെടും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുന്നത് നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ ശക്തി എനിക്കറിയണം, ജീവിതത്തിൽ അതിനെ അനുഭവിച്ചറിയണം. നമുക്കറിയാം, പൗലോസ് വളരെ രോഗിയും ബലഹീനനുമായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞത് 2 കൊരിന്ത്യർ 12:9 എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. അപ്പോൾ ആ കൃപയിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:13 പൗലോസ് പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ, അവിടുത്തെ ആ ശക്തി അത് ഓരോ നിമിഷത്തിലും വളരെ ആഴമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. അപ്പോൾ ഇവിടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ആഗ്രഹിച്ചു. എന്നിട്ട് അടുത്ത ഒരു കാര്യം, ആ പോയിന്റ് വളരെ വിലപ്പെട്ടതാണ്. എന്നിട്ട് പറയാണ്, അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ, അതേ ഫിലിപ്പിയർ 3:10 പാട്ട്, അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ. നോക്കുക പ്രിയമുള്ളവരെ, അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ. നമ്മൾ ചിന്തിക്കുക, ഈ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാനുള്ള ആ ഏറിയ വാഞ്ച. അതുകൊണ്ട് കർത്താവിന് വേണ്ടി, കർത്താവ് നിമിത്തം, കർത്താവിൻ്റെ മഹത്വത്തിനായി താൻ അനുഭവിച്ച കഷ്ടതയ്ക്കൊക്കെ എത്ര ഭയങ്കരമാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്, അല്ലേ? 23 മുതൽ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദരാൽ ഞാൻ 1 അടി, നോക്കണേ, യഹൂദരാൽ ഞാൻ 1 അടി എന്ന് വെച്ചാൽ 195 അടി, 5 വട്ടം കൊണ്ടെന്ന്, 5 വട്ടം, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. നോക്കുക ദൈവമക്കളെ, കർത്താവിനെ അനുഗമിക്കുന്ന പൗലോസ്ലിഹായുടെ അനുഭവമാണ്. അതിൻ്റെ ഒരു ചെറിയ ചിത്രമാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുകാരാകുവാൻ ഇന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം നമ്മളെ ഭരിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും കഷ്ടങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവികമായ പദ്ധതിയിൽ നിന്നൊക്കെ വളരെ വിദൂരമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ചിന്തിക്കുക,
ചിലർ പറയുന്നത് വിശ്വസിച്ചാൽ മാത്രം മതി, പിന്നെ ഒന്നും ഇല്ലെന്നൊക്കെയാണ്. അതൊക്കെ വെറും ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊക്കെ വെറും ദുരുപദേശമാണ്. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. കർത്താവ് തന്നെ പറഞ്ഞു, യോഹന്നാൻ 16:33, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. അപ്പോസ്തലനായ പൗലോസ്ലീഹ അപ്പോസ്തലപ്രവൃത്തി 14:22 പറയുന്നു, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. കഷ്ടം സഹിക്കാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കഷ്ടം അനുഭവിക്കാൻ നിങ്ങൾ നിയമിച്ചിരിക്കുക. 1 തെസ്സലോനിക്കർ 3:3 നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മൾ അറിയണം. ഞാനൊരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നല്ലപോലെ അറിയണം. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം പോലും ശരിക്കും മനസ്സിലാക്കിയ എത്ര വിശ്വാസികൾ ഇന്നത്തെ തലമുറയിൽ ഉണ്ടെന്നുള്ളത് അത് വളരെ ചിന്തനീയമായ കാര്യമാണ്. അപ്പം ഇന്ന് നമുക്ക് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളിയാകാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടോ? ഇത് പൗലോസ്ലീഹയുടെ ഒരു ആഗ്രഹം. അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ. എന്നിട്ട് അവസാനം അതിൻ്റെ 3:11 ഫിലിപ്പിയർ 3:11 പറയാണ്, പുനരുത്ഥാനം പ്രാപിക്കണം. ഏത് വിധേനയും ആ പുനരുത്ഥാനം പ്രാപിക്കണം. പ്രിയമുള്ളവരെ, വളരെ വിലപ്പെട്ട കാര്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് താൻ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് താൻ ചെയ്യുന്നത് ആ ഫിലിപ്പിയർ 3:11, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ നേട്ടങ്ങളെ, ലോകത്തിലെ സ്ഥാനമാനങ്ങളെ, ലോകത്തിൻ്റെ ബഹുമാനങ്ങളെ, ലോകത്തുനിന്ന് ലഭിക്കാവുന്ന എല്ലാ പ്രശംസകളെ അതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്ന ഒരു ഭക്തൻ. അതാ പ്രിയമുള്ളവരെ, ദൈവവിളി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഈ ലോകത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല, ലോകത്താൽ ലഭിക്കാവുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, പ്രശംസയ്ക്ക് വേണ്ടിയല്ല, സുഖങ്ങൾക്ക് വേണ്ടിയല്ല, ധനത്തിന് വേണ്ടിയല്ല, പിന്നെ എന്തുവാ, കർത്താവായ യേശു ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുക. യഥാർത്ഥമായും നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തിയിൽ താൻ പറയുന്ന ഒരു വാക്യം, അപ്പോസ്തലപ്രവൃത്തി 24 15-16 വാക്യം, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്ന പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. കണ്ടോ? അപ്പോൾ യഥാർത്ഥ പുനരുത്ഥാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തി ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കുന്നതിൽ ഉത്സാഹിക്കും. അതാ വലിയൊരു കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ കർത്താവിനെ അനുഗമിക്കുമ്പോൾ, കർത്താവിനെ അനുഗമിക്കുന്ന ഒരു യഥാർത്ഥ ശിഷ്യനാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനം തോന്നണം പ്രിയമുള്ളവരെ. നമുക്കറിയാം, ഈ വേദപുസ്തകത്തിൽ 3 പ്രാവശ്യമേ ക്രിസ്ത്യാനി എന്ന പേര് നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് അപ്പോസ്തലപ്രവൃത്തി 11 26 വാക്യത്തിലാണ്. അവിടെ വായിക്കുന്നത്, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അപ്പോൾ ആർക്കാ ശിഷ്യന്മാരെന്ന് പേരുണ്ടായേ? ആർക്കാ ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായേ? ശിഷ്യന്മാർക്ക്. പിന്നെ അതിൻ്റെ 26 28 1 പത്രോസ് 4 16 അങ്ങനെ 3 സ്ഥലത്തെ ക്രിസ്ത്യാനികൾ എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ എന്നാൽ ഈ ആരായി ക്രിസ്ത്യാനി? ഒരു യഥാർത്ഥ ശിഷ്യനായി തീർന്നവൻ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെക്കുറിച്ച് ഞാനൊരു ശിഷ്യനാണെന്ന് പറയാൻ കഴിയുമോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശിഷ്യന്റെ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 14 അതിൻ്റെ 27 വാക്യം, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ ക്രൂശല്ല, തൻ്റെ ക്രൂശ്. അതിനു മുമ്പ് 26 പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
അപ്പോൾ എൻ്റെ ശിഷ്യൻ ആരാണ്? തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. അങ്ങനെ ആയിരിക്കുന്നവനാണ് എൻ്റെ ശിഷ്യൻ. നോക്കുക, ഒരു യഥാർത്ഥ ശിഷ്യൻ. എന്നിട്ട് അതിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇതാ പൗലോസ്ലീഹ തനിക്കുള്ളതെല്ലാം വിട്ടുപിരിഞ്ഞു. ഒരു യഥാർത്ഥ ശിഷ്യൻ. അപ്പോൾ ആ യഥാർത്ഥ ശിഷ്യൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായും എൻ്റെ ശിഷ്യന്മാരായി. ആരാ ശിഷ്യന്മാര്? വിശ്വസിച്ച യഹൂദന്മാരോട് പറയുക, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കുന്നവനാണ് ശിഷ്യൻ. അതിൻ്റെ യോഹന്നാന്റെ തന്നെ 13-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ, 13-ാം അധ്യായം യോഹന്നാൻ 13-ന്റെ 35, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും അറിയും. കണ്ടോ, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ. ഇന്നത്തെ ശിഷ്യന്മാരുടെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് തമ്മിൽ സ്നേഹമുണ്ടായിരിക്കണം, തമ്മിൽ സമാധാനമുണ്ടായിരിക്കണം. നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ശിഷ്യത്വ പദവി അത് നമ്മളിൽ കാണണം. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കണം വളരെ. ഇന്ന് യഥാർത്ഥത്തിൽ ഈ കർത്താവിന് വേണ്ടി നമുക്ക് എന്താണ് വിട്ടുകളയാൻ കഴിഞ്ഞിരിക്കുന്നത്? ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഫിലിപ്പിയർ 3:11 അവസാന ഭാഗം. ഇപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുമോ? ഞാനൊരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കുന്നു എന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കർത്താവിനെ അറിഞ്ഞാൽ നമുക്കുള്ളതെല്ലാം വിട്ടുകളയാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ ഇത് ഉപമകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മത്തായി 13-ാം അധ്യായം 44-ഉം 45-ഉം വാക്യം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടിട്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. 45-ഉം 46-ഉം, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. കണ്ടോ, ഇത് കർത്താവ് സഭയെ നേടിയതിനോടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ കർത്താവിനെ കണ്ടെത്തുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ കർത്താവിനായി എല്ലാം വിട്ടുകളയുവാൻ നമുക്ക് ഒരു മനസ്സൊരുക്കം വേണം. ഒരു യഥാർത്ഥ ജയാളിയുടെ അനുഭവം അങ്ങനെയായിരിക്കും. അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിലപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞാൽ നമുക്ക് എന്തും വിട്ടുകളയുവാൻ നമുക്ക് യാതൊരു വൈമനസ്യം ഉണ്ടായില്ല, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇവിടെ ആ വിലയേറിയ മുത്ത് കണ്ട വ്യക്തിക്ക് മറ്റുള്ളവർ ഇവൻ മണ്ടനാണെന്നൊക്കെ പറഞ്ഞു കാണും. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ജോലി വിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞു, നീ കാണിക്കുന്നത് വെറും മണ്ടത്തരാ, നീ ഇവിടെ ഇരുന്നു കൊണ്ടും കർത്താവിനെ കുറിച്ച് ആശിക്കുന്നുണ്ടല്ലോ, നിനക്ക് ഈ നിലയിലും കർത്താവിനെ മോഹത്തപ്പെടുത്താമല്ലോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് അവരുടെ ബുദ്ധി ആലോചനയൊക്കെ പറഞ്ഞു. എന്നാൽ കർത്താവിന് വേണ്ടി പൂർണ്ണ സമയവും കർത്താവിൻ്റെ പ്രത്യേകിച്ച് അധ്വാനിക്കുവാനായിട്ട് കർത്താവിൻ്റെ സമയമായപ്പോൾ വിളിച്ചപ്പോൾ പിന്നെ മുമ്പോട്ടോ പുറകോട്ടൊന്നും നോക്കിയില്ല. ഉടനെ തന്നെ നമ്മൾ സർവീസിൽ നിന്നും വിട്ടിറങ്ങിയത് പ്രീമേച്ചർ റിട്ടയർമെൻ്റ് എടുത്ത് കർത്താവിൻ്റെ വയലിലേക്ക് ഇറങ്ങാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവമക്കളെ, നിശ്ചയമായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകപരമായ ഒരു ചിന്താഗതി നമ്മളെ ഭരിക്കാനായിട്ട് ദൈവം സമ്മതിക്കുകയില്ല. അല്ല, അങ്ങനെ ഒരു വ്യക്തിക്ക് കർത്താവിനെ പൂർണ്ണമായും അനുഗമിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമുക്ക് ധൈര്യമായിട്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ആ കർത്താവിനെ അറിയുന്നുവെന്ന് പറയാൻ കഴിയുമോ?
ആ കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അനുഭവമുള്ള ആ കർത്താവ് എനിക്ക് എല്ലാറ്റിലും എല്ലാമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം എൻ്റെ കർത്താവിനെ നേടുക എന്നുള്ളതാണ്, ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ ഓട്ടം. നമ്മുടെ ഓട്ടം മുഴുവനും എനിക്ക് എൻ്റെ കർത്താവിനെ നേടണമെന്നായിരിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവരോടും എനിക്കുള്ള അപേക്ഷ, പ്രാർത്ഥന, നിങ്ങൾ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ആ കർത്താവിനെ ഞാൻ അറിയുന്നു എന്ന് പറയാൻ തക്കോടുള്ള പ്രാഗൽഭ്യം ഉള്ളവരായി മാറണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ക്രിസ്തുവിനെ നേടുക എന്നുള്ളതായിരിക്കട്ടെ. ഇത് നിത്യതയിലേക്കുള്ള ഏറ്റവും വലിയ ധനമായി മാറുകയാണ്. അവർ നിത്യതയിൽ വളരെയധികം പ്രശംസാപാത്രങ്ങളായി മാറുവാനിടയായിത്തീരും. അങ്ങനെ എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഞാനിവിടെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.